ശ്യാംരാജ്, BJP പ്രതിനിധി ശ്യാംരാജ്, എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഈ 14 ദിവസത്തേക്ക് എത്തുമ്പോൾ ഇതുവരെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇവർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു വലിയ സഹായമാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്മൃതി, അത് പ്രധാനമന്ത്രി നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നമാവുകയില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം തന്നെ നമ്മുടെ ഈ വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു ഉരുൾപൊട്ടലിനേക്കാളും വലിയ ഒരു ദുരന്തത്തെ അതിജീവിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2001 ഗുജറാത്തിലെ വലിയൊരു ഭൂകമ്പം, ഏകദേശം 13,000 തൊട്ട് 20,000-ഓളം ആളുകൾ മരിച്ച, 4 ലക്ഷത്തിലധികം വരുന്ന കെട്ടിടങ്ങൾ തകർന്ന, 3,80,000-ഓളം വരുന്ന വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വന്ന വലിയൊരു ദുരന്തം നേരിട്ട വലിയൊരു അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരിക്കും കേരളത്തിന് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. കേരളത്തിൽ വന്ന സമയത്ത് കേവലമായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ സന്ദർശനത്തിനപ്പുറത്തേക്ക് ആ ഉരുൾപൊട്ടിയ മേഖല മുഴുവൻ നടന്നു കണ്ട് അദ്ദേഹത്തിന്റെ പ്ലാനിലുണ്ടായിരുന്നത് നേരെ വന്നിട്ട് ബെയിലി പാലത്തിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങി ബെയിലി പാലത്തിൽ കൂടി നടന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നെങ്കിൽ, വന്നപ്പോൾ ആ പ്ലാൻ തന്നെ മാറ്റി നേരെ നമ്മുടെ സ്കൂളിലേക്ക് പോയി സ്കൂൾ പരിസരം മുഴുവനായിട്ട് കണ്ട് സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനുശേഷം തിരിച്ചു വന്ന് ബെയിലി പാലത്തിലൂടെ, നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്പെഷ്യലായിട്ടുള്ള ഷൂസ് ഒന്നുമില്ലാതെ അദ്ദേഹം ഇട്ടുകൊണ്ട് വന്ന അതേ ചപ്പലുകൾ തന്നെ ഇട്ടുകൊണ്ടാണ് ഏകദേശം 3/4 മണിക്കൂറോളം 1 കിലോമീറ്റർ അടുത്ത് അദ്ദേഹം യാത്ര ചെയ്ത ദുരന്ത മേഖല മുഴുവൻ കണ്ടത്. അതിനുശേഷം നമ്മുടെ കുഞ്ഞ് നൈസമോളെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വാത്സല്യവും ആ ഒരു കളങ്കമില്ലാത്ത വാത്സല്യവും ആ ക്യാമ്പിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളോടുമുള്ള അദ്ദേഹത്തിന്റെ കരുതലെല്ലാം നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഞങ്ങളടക്കമുള്ള പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് 10 ദിവസത്തിനുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിക്കാം എന്നാണ്. തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം വളരെ നമുക്കെല്ലാവർക്കും ഈ പുനരുദ്ധാരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു രീതിയിലുള്ള ഒരു എമൗണ്ട് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ദുരന്തങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓഖി ആയിക്കോട്ടെ, പുറ്റിങ്ങലായിക്കോട്ടെ, അതിനുശേഷമുണ്ടായ 2018 പ്രളയമായിക്കോട്ടെ, ആ സമയങ്ങളിലെല്ലാം അവിടെയെല്ലാം പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഈ ഓഖി ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 1400-ലധികം വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഈ 2018 പ്രളയം ഉണ്ടാകുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ 600 കോടിയുടെ ഒരു പാക്കേജ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ ആർമിയുടെ സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സമയത്തും ഇവിടെ ഈ വയനാട്ടിലെ ഈ ചൂരൽമലയിലെ ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്തും ആർമിയുടെ അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ ഡിഫൻസ് സംവിധാനങ്ങളുടെയും ഒരു പ്രവർത്തനം നമ്മളൊക്കെ കണ്ടതും അവരെയൊക്കെ നമ്മൾ വളരെയധികം അഭിനന്ദിച്ചതും, അതോടൊപ്പം അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടേത് മാത്രമല്ല അവിടെ കൂടിയിരുന്ന നമ്മളടക്കമുള്ള മലയാളികളോടൊപ്പം തന്നെ അവിടെ നിന്ന് പോകുന്ന ആർമിയിലെ ആളുകൾ അടക്കമുള്ളവരുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ കേരളത്തിൽ നിന്നുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്ന പടിക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു സഹായം തന്നെ ഉണ്ടാവും. എനിക്കിവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്, കേരളത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് ഇൻക്ലൂസീവ് ആകണം എന്ന് ഒരു സജഷൻ കൂടി എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയിലുണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് നമ്മളൊന്നും അധികം ഈ ഉരുൾപൊട്ടിയ ഇടങ്ങളിൽ അധികം ആളുകൾ ഇല്ലായിരുന്നെങ്കിലും അതിന് ചുറ്റുവട്ടത്തുള്ള ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ കുറിച്ചിട്ട് നമ്മളധികം ചർച്ച ചെയ്ത് കേട്ടില്ല. ഞാനത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചയിലധികം ഞാൻ ഈ വയനാട്ടിലുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം നിലമ്പൂരായിരുന്നു. അപ്പോൾ നിലമ്പൂര് ഇരുട്ടുകുത്തി കോളനിയിലൊക്കെ പോയ സമയത്ത് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഈ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ എടുത്ത് അത് മറുകരയ്ക്ക് എത്തിക്കുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ട്, ഈ ചെങ്ങാടത്തിൽ മറുകരയ്ക്ക് എത്തുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ട് വലിയ വാർത്തകൾ കൊടുക്കുകയുണ്ടായി. 2018 പൊളിഞ്ഞ ഒരു പാലം അവരുടെ ആ കോളനിയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2018 അത് പൊളിഞ്ഞിട്ട് പിന്നീട് ഇതുവരെ പുനർനിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ ഒരു ചങ്ങാടത്തിലിരുന്നൊരു സ്ത്രീ പ്രസവിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്ത്രീയെ മറുകരയ്ക്ക് കൊണ്ടുപോയിരുന്ന പുരുഷന്മാർ അവരുടെ മുണ്ട് വലിച്ചു കെട്ടിയിട്ട് ഒരു മുറി പോലെ ആക്കിയിട്ടാണ് പ്രസവാനന്തര ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ഒരു ഉരുൾപൊട്ടലിൽ അഫക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി
അതോടൊപ്പം ഈ വാടകയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പലയിടങ്ങളിലും വാടകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി നാം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്ലാൻ കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണകളും നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.